ഹാഫ് സബ്ട്രാക്ടറിൻ്റെ ടൈമിംഗ് ഡയഗ്രം നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാമെന്നാണ് ഇനി നോക്കുന്നത്. ഇപ്പം നമ്മൾ വിൻഡോസിൽ കോമ്പിനേഷണൽ അനാലിസിസ് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഹാഫ് സബ്ട്രാക്ടറിൻ്റെ 2 ഇൻപുട്ട് വേരിയബിൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക, എയും ബിയും. അതുപോലെ തന്നെ നമുക്ക് ഹാഫ് സബ്ട്രാക്ടറിന് 2 ഔട്ട്പുട്ട് വേരിയബിൾ ആണുള്ളത്, ഡിഫറൻസും അതുപോലെ ബോറോ ഔട്ടും. ഇപ്പോൾ 2 വേരിയബിൾസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഗോയിങ് ടു ദി എക്സ്പ്രഷൻ ടാബ്. എക്സ്പ്രഷനിൽ നമ്മൾ ഡീഡ ഫോം ചെയ്യുക, എ എക്സോർ ബി. ദെൻ ബോറോ ഔട്ടിൻ്റെ എക്സ്പ്രഷനും കൂടി എഴുതുക, നോട്ട് എ ആൻഡ് ബി. അപ്പം നമുക്ക് എക്സ്പ്രഷൻ കിട്ടി. ദെൻ സർക്യൂട്ട് നമുക്ക് ബിൽഡ് ചെയ്യുക. സർക്യൂട്ടിൽ ഞാൻ സബ്ട്രാക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ യൂസിങ് ദി 2 ഇൻപുട്ട് ഗേറ്റ്സ് ഓൺലി. ദെൻ സർക്യൂട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. അപ്പം നമുക്കിപ്പോൾ സർക്യൂട്ട് കിട്ടി. ഇനി നമ്മൾ ടൈമിംഗ് ഡയഗ്രം നമ്മൾ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിമുലേറ്റ് ടാബ്. സിമുലേറ്റ് ടാബിൽ നിന്ന് നമ്മൾ ടൈമിംഗ് ഡയഗ്രം നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് താഴത്ത് ഇതുപോലെ ഒരു ടേബിൾ നമുക്ക് ഫോം ചെയ്ത് കാണിക്കും. ആ ടേബിളിൻ്റെ അകത്തുനിന്ന് നമ്മൾ ടൈമിംഗ് ഡയഗ്രാം സ്ലോട്ട് സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മളിപ്പം ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 0 0 ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ 0 0 വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അതനുസരിച്ച് മാറ്റിക്കൊടുക്കുക. എക്ക് 0യും ബിക്ക് 1ഉം കൊടുക്കുക. ദെൻ നമുക്കിപ്പോൾ ഇവിടെ 1ഉം എക്ക് 0യും 1ഉം കൊടുത്തപ്പോൾ നമ്മുടെ ടൈമിംഗ് ഗ്രാഫ് ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. എഗെയിൻ ഞാനിവിടെ എക്ക് 1ഉം ബിക്ക് 0യും കൊടുത്ത് അപ്പോൾ വീണ്ടും എൻ്റെ ടൈമിംഗ് ഡയഗ്രത്തിൽ നമുക്ക് ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ വീണ്ടും എക്ക് 1ഉം ബിക്ക് 1ഉം നമ്മൾ കൊടുത്തു. അപ്പോൾ സോ ടൈമിംഗ് ഡയഗ്രാം നമ്മുടെ കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടും.